നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെ പറ്റി അറിയാവുന്ന രഹസ്യങ്ങള് ആദ്യോട് പോലും ഈ നിമിഷം വരെ പങ്കുവച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരാളുടെ കയ്യില് എന്റെ കുഞ്ഞിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുഞ്ഞിനെ എന്റെ ഭാര്യ വളർത്തുന്നതിന് സേഫ് പൂജ വളർത്തുന്നത് തന്നെയാ. നിങ്ങൾക്കറിയാലോ ഞാനെങ്ങനെ ആമിയുടെ കൂടെ ജീവിക്കുന്നതെന്ന്. പറയുമ്പോ നിങ്ങളൊന്നും ഒരുപക്ഷെ ഒരിക്കലും വിശ്വസിക്കില്ല. പലപ്പോഴും ജീവൻ കയ്യിലെടുത്തോണ്ടാ ഓരോ രാത്രി ഞാൻ കഴിച്ചു കൂട്ടുന്നത്. ബോധമുള്ള എന്റെ അവസ്ഥ അതാണെങ്കിൽ പിന്നെ ഈ എട്ടുമുട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനിത് പറയുമ്പോ ഒരു പിടിപ്പേട്ടവന്റെ ജൽപ്പനകളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാത്തിനുപരി ഞാൻ എന്റെ ഭാര്യ സ്നേഹിക്കുന്നുണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ചു പിടിച്ചു നിന്നത്. ഞാൻ ഒന്നും ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വിചാരിക്കുന്നുണ്ടോ? ഭാര്യയുടെ ഭ്രാന്ത് മാറ്റാൻ ഒരു മരുന്ന് പോലെ കുഞ്ഞിനെ തിരിച്ചു നൽകാൻ ഇറങ്ങിയ ഭർത്താവല്ല ഞാനെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നല്ലോ അല്ലേ? ആ ബോധ്യത്തിന്റെ വെളിച്ചത്തില് നിങ്ങൾക്ക് എന്നെ പരിപൂർണമായി മനസ്സിലാകുന്ന വിശ്വാസത്തില് പൂജയുടെ അമ്മ പറഞ്ഞ ആ ആശ്വാസവാക്ക് ഞാൻ നിങ്ങളെ അറിയിച്ചെന്ന് മാത്രം. ഇപ്പോ പൂജയുടെ അമ്മയ്ക്കുണ്ടായിരിക്കുന്ന ഈ മനമാറ്റം ആമി കേട്ട അവക്ക് സമാധാനമാവും. പക്ഷേ അതുമൂലം പൂജയുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനതിനെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ കടുംപിടുത്തത്തിന്റെ പേരിൽ എനിക്കെന്റെ ഭാര്യയെ നഷ്ടപ്പെടാൻ ഇടവരരുത്. അത് മാത്രമേ ഞാൻ സഹിക്കില്ല. പൂജയ്ക്കും ജീവിക്കണം, ആമിക്കും ജീവിക്കണം, കൂടെ എന്റെ കുഞ്ഞിനും. അതിനുള്ള മാർഗം എന്താണെന്ന് നിങ്ങൾ രണ്ടാളും ആലോചിക്കുക. ദുരന്തങ്ങൾ ഒഴിവാക്കി ചെമ്പകശ്ശേരി പഴയ ചെമ്പകശ്ശേരിയാക്കി നിലനിർത്താൻ എന്താ മാർഗം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. കൂടെ എന്തിനും ഞാനും ഉണ്ടാവും. കാരണം ആർക്ക് നഷ്ടപ്പെട്ടാലും എനിക്കൊപ്പം എൻ്റെ ആമി ഉണ്ടാവണം. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ദയ കാണിക്കണം ഒരൽപ്പം. ആര് മരിച്ചാലും ആര് ജീവിച്ചാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അക്കാര്യത്തിൽ മാത്രം എന്റെ ഭാഗത്ത് നിന്ന് ആരും ഒരു ഔദാര്യവും പ്രതീക്ഷിക്കണ്ട. തന്റെ ചീപ്പ് സെന്റിമെന്റ്സിൽ വിടാൻ ഞാൻ പഴയ പൂജയല്ല. എന്നെ പറഞ്ഞു പറ്റിക്കാൻ പഴയതുപോലെ തനിക്കിനി കഴിയൂല്ല. ആ വിചാരം തന്റെ മനസ്സിലുണ്ടായിരുന്ന തനിക്ക് കൊള്ളാം. മുത്തശ്ശി, ഇത് എങ്ങോട്ടാ എന്നെ പിടിച്ചോണ്ട് പോകുന്നേ? മുത്തശ്ശി മക്കളെ, എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോ, അതിനെന്താ? മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് മുത്തശ്ശി എന്നെ ചാടി കടിക്കാൻ വരരുത്. അത് നീ പറയുന്ന കാര്യം പോലെ ഇരിക്കും. കണ്ടോട്ടോ, മനസ്സിലിരിപ്പ് കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതൊക്കെ മുത്തശ്ശി മുൻവിധിയോടെ കാണുന്നത്. അവളാണെങ്കിലോ എന്ത് പറഞ്ഞാലും മുത്തശ്ശിക്ക് വേദവാക്യം. അങ്ങനെ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം തന്നെയാ. അവള് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ന്യായമുണ്ടെന്ന് നിനക്ക് പോലും അറിയാം. എന്ത് ന്യായം? എടി, ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തി വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി വെച്ചിട്ട് അവര് കൈ കഴുകി വന്നിരിക്കുമ്പോ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞ ആരെങ്കിലും അത് സഹിക്കുമോ? അതിനാരിവിടെ സദ്യ വിളമ്പി? നീ ഒരുമാതിരി പൊട്ടി കളിക്കല്ലേ. ഞാൻ പറഞ്ഞതേ നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും നിനക്ക് നിന്റെ കള്ളത്തര സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെ. എനിക്കൊരു കള്ളത്തരവും ഇല്ല. നേരെ വാ, നേരെ പോ. എടി, അത് കാണുന്ന എനിക്കൂടി തോന്നണ്ടേ? അതെന്റെ കുഴപ്പമില്ല. അവളുടെ മൂക്ക് മുഞ്ഞിയും വർത്തമാനം കണ്ട് മുത്തശ്ശി ഭ്രമിച്ചു പോയതാ. എടി, എന്ത് പറഞ്ഞാലും നീ എന്തിനാടി അവളുടെ കാര്യം പറയുന്നേ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. അല്ലാതെ ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവളെ എന്തിനാണ് കുറ്റം പറയുന്നത്?
അവളുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ മുത്തശ്ശിയുടെ സ്വഭാവം